മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. യേശുവിൻ്റെ കാലത്ത് യഹൂദരുടെ ഇടയിൽ സാബത്ത് ആചരണം വളരെ കർക്കശമുള്ളതായിരുന്നു. സാബത്ത് ദിവസം ജോലിവേലകൾ അനുവദനീയമായിരുന്നില്ല. അതുകൊണ്ട് സാബത്ത് ദിവസം രോഗികളെ ചികിത്സിക്കുകയോ ശുശ്രൂഷിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. യേശു അതിന് വിപരീതമായി സാബത്ത് ദിവസം രോഗിയെ സുഖപ്പെടുത്തുന്നതായി നമ്മൾ വായിക്കുന്നു. മനുഷ്യജീവന് മറ്റെന്തിനേക്കാൾ സാബത്ത് ആചരണത്തെക്കാൾ വില നൽകണമെന്ന് യേശു പഠിപ്പിക്കുന്നു. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് യേശു നമ്മളോട് പറയുന്നു. ഈ 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഇപ്പോഴും നമ്മുടെ നാട്ടിലും സാബത്തിന് പകരമായിട്ടുള്ള ഞായറാഴ്ച ആചരണ ദിവസം നമ്മുടെ ഹോസ്പിറ്റലുകൾക്കെല്ലാം അവധിയാണ്. ഇത് കൂടുതലായി ബാധിക്കുന്നത് ഇടുക്കി രൂപത പോലെയുള്ള ഹൈറേഞ്ച് പ്രദേശത്തേക്ക് താമസിക്കുന്ന ജനങ്ങളെയാണ്. ഞായറാഴ്ച ദിവസം ഹൃദ്രോഗം ഉണ്ടാവുകയോ ആക്സിഡൻ്റ് ഉണ്ടാവുകയോ ചെയ്താൽ ആംബുലൻസ് പിടിച്ച് രോഗികളെയും കൊണ്ട് കോട്ടയത്തോ എറണാകുളത്തോ പോകേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത്. കാരണം ഞായറാഴ്ച ദിവസം നമ്മുടെ ഹോസ്പിറ്റലുകൾക്കൊക്കെ അവധിയാണ്. ഇനി തുറന്ന് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളിൽ പലപ്പോഴും സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഹർത്താൽ, പണിമുടക്ക് മുതലായ ദിവസങ്ങളിലൊക്കെ രോഗികളെ വഴിയിൽ തടയുന്ന ക്രൂര വിനോദവും നമ്മുടെ രാഷ്ട്രീയക്കാർക്കുണ്ട്. നമ്മുടെ അന്ധത, പ്രത്യേകിച്ചും ആചാരാനുഷ്ഠാനങ്ങൾ മൂലമുള്ള ആത്മീയ അന്ധത വളരെയേറെ വലുതാണ്. കോവിഡ് കാലത്ത് ഞാൻ ഓർക്കുന്നു, ഞായറാഴ്ച ദേവാലയങ്ങൾ അടച്ചിടണമെന്ന് പറഞ്ഞപ്പോൾ അത് ക്രൈസ്തവരെ പള്ളിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒരു തന്ത്രമാണ് എന്ന് പറഞ്ഞ് വാട്സപ്പിലൂടെ മെസ്സേജ് വിട്ട വൈദികർ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുർബാനയെല്ലാം പോകണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസിന് പോയ വൈദികരുണ്ട്. ഇതിനാണ് ആചാരാനുഷ്ഠാനങ്ങൾ ആത്മീയമായി നമ്മളെ അന്ധരാക്കുന്നു. നമ്മുടെ മനുഷ്യജീവനേക്കാൾ വലിയ പ്രാധാന്യം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കൊടുക്കുന്നു. ഇനിയും ഇത് തിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മനുഷ്യജീവനാണ് എല്ലാത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന അവബോധം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ യേശു പാവപ്പെട്ട, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ഭക്ഷണം അല്ലെങ്കിൽ ആഹാരം അതൊരിക്കലും മുടങ്ങാൻ പാടില്ല എന്ന് സുവിശേഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അധികാരവർഗവും സമ്പന്നവർഗവും സുഭിക്ഷമായി കഴിയുമ്പോൾ ഇപ്പോഴും സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിൽ കഴിയുന്നവർ വളരെയേറെ ക്ലേശിച്ചാണ് കഴിയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. വല്ലപ്പോഴും ഒരു നേരത്തെ ആഹാരം കൊടുക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ അതുപോലുള്ള മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോ ഒരു നേരത്തെ കഞ്ഞി വീഴ്ത്തുക എന്നുള്ളത് അല്ല നമ്മുടെ ക്രിസ്തീയ ധാർമ്മികത. മറിച്ച് എല്ലാവരും സുഭിക്ഷമായി ഭക്ഷിക്കുന്ന ഒരു കാലമാണ് നമുക്കാവശ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും ഭക്ഷണം എന്നുള്ള ഒരു ദർശനം നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കും. ആമേൻ.